ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം. അപ്പോൾ അതിനകത്ത് അറേ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇന്ന് അതിൻ്റെ ബാക്കി പോർഷൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിൽ രണ്ടാമത് വരുന്ന ഭാഗമാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് കോഡുകളാണ്. കുറേ അധികം കോഡുകളെ ഒരു പെയർ ഓഫ് ബ്രേസസിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മെമ്മറി സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ദെൻ ഇതുപോലത്തെ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റ് എം ടി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സിനൊന്നും പാസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എം ടി അല്ലാതെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സിനെയൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിമും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സെറ്റ് ഓഫ് കോഡ്സും കൂടെ ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ പോയിൻ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത ഡേറ്റ ടൈപ്പ്. അപ്പോൾ പോയിൻ്ററിനകത്ത് അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മെമ്മറി പോയി സ്റ്റോർ ആകും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ മെമ്മറി ആ ഒരു സെല്ലിനകത്ത് ആ വാല്യൂ ഉണ്ടാവും, ആ സെല്ലിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു അഡ്രസ്സും ഉണ്ടാകും. അപ്പോൾ ഒരു ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് മെമ്മറി പോയി സ്റ്റോർ ആവുന്നു. ആ സ്റ്റോർ ആയിരിക്കുന്ന സെല്ലിനകത്ത്, ആ മെമ്മറി സെല്ലിനകത്ത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ അത് എവിടെയാണ് പോയി സ്റ്റോർ ആയിരിക്കുന്നത് എന്നുള്ളൊരു അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒന്നും ഇടയ്ക്കില്ലാതെ മൂന്നാമതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പോയിൻ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ മെമ്മറിയിൽ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതോ ഒരു ഡേറ്റയുടെ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏത് അഡ്രസ്സിലാണ് അത് പോയി സ്റ്റോർ ആയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്ററാണ്. ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്പറേറ്ററാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്നിട്ട് ഈ സ്റ്റാർ പോയിൻ്റർ നെയിം എന്നാണ് നമ്മൾ അതിൻ്റെ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്ററാണ്. അപ്പോൾ അത് ഏത് മെമ്മറി ലൊക്കേഷനിലേക്ക് എവിടേക്ക് പോയിന്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിളും പോയിൻ്ററിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളാണത്. നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒറിജിനൽ വാല്യൂവിലേക്കല്ല, അഡ്രസ്സിലേക്കാണ്, മെമ്മറി അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിൻ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോയിൻ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡേറ്റ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. നമ്മൾ C++നകത്തെ എല്ലാ ഡേറ്റ ടൈപ്പുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ്, ബിൽറ്റ് ഇൻ ആൻഡ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.